ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരായിട്ട് വളരണം എന്നാണ് ആഗ്രഹം. കുഞ്ഞുങ്ങളുടെ കഴിവും മിടുക്കും പലപ്പോഴും മനസ്സിലാക്കുന്നത് അവർക്ക് കിട്ടുന്ന മാർക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കഴിവുകളെ പലപ്പോഴും വിലയിരുത്തുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ മുന്നോട്ട് പോകാതെ വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില സ്വഭാവ വൈകല്യങ്ങൾ അവരിൽ കാണുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ നിരാശരായിത്തീരും. ചിലർ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും, അവരെ വഴക്ക് പറയും, എങ്ങനെയെങ്കിലും അവരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയൊരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ഇപ്രകാരമുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഒരു പരാജയത്തിലെ കലാശിക്കുകയുള്ളൂ. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണമെന്താണ്? അതിന് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ വിഷയീഭവിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, അതിന് എപ്രകാരം നമുക്ക് പരിഹാരം കാണുവാൻ സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മെ സഹായിപ്പാനായിട്ട് ഈ മേഖലകളിലൊക്കെ വളരെ എക്സ്പേർട്സ് ആയിരിക്കുന്ന ആളുകളുണ്ട്. സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, കൗൺസിലേഴ്സ്, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ളവരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാനായി ഇന്നിവിടെ വന്നിരിക്കുന്നത്. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. അവരിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ കണ്ടാൽ അത് അംഗീകരിപ്പാനായി മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് അംഗീകരിക്കാത്തതിൻ്റെ ഫലമായി ആ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ സഹായിപ്പാനായിട്ട് സാധിക്കുന്നുമില്ല. ഈ കുഞ്ഞുങ്ങളിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന ചില വൈകല്യങ്ങൾ എന്താകുന്നു എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം ചെയ്യാം. നമ്മുടെ മധ്യേ വന്നിട്ടുള്ള ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാൻ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില വൈകല്യങ്ങൾ ഒന്ന് എടുത്തു പറയാമോ? സാധാരണ കുട്ടികളിൽ കാണുന്ന അതിൽ നമ്മൾ അസാധാരണമായിട്ട് കാണുന്ന ചില വൈകല്യങ്ങൾ, അതിൽ നമ്മൾ ആദ്യം തന്നെ കുഞ്ഞ് വളരുമ്പോൾ തന്നെ കുട്ടി വയറ്റിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പം മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി വൈകല്യം, മെൻ്റലി ഡെഫിഷ്യൻ്റ് ആയിരിക്കാം. പിന്നെ ഫിസിക്കൽ, ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ കുഞ്ഞിന് ഏതെങ്കിലും മാനസിക വൈകല്യം ഉണ്ടോ ഇല്ലയോ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതെ, ചില ഡിസീസിൽ നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ ഡൗൺ സിൻഡ്രോം ഇപ്പം നമുക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ തന്നെ അറിയാൻ പറ്റുന്നതാണ്. ക്രോമോസോമൽ സ്റ്റഡി ചെയ്യാം. അല്ലാതെ തന്നെ ഇപ്പം 4D സ്കാനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് തന്നെ, കുട്ടീൻ്റെ ഫീച്ചേഴ്സ് തന്നെ എല്ലാം, മൂക്ക്, കണ്ണ്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. 4D സ്കാൻ എന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ വൈകല്യങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാൻ പറ്റും. ട്രൈസോമി 21 ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഒരു പരിധി വരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് വളരെ നോർമലായിട്ടാണ് പല കുഞ്ഞുങ്ങളെയും കാണുന്നത്. ഏതെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ സാധാരണ ഏത് പ്രായത്തിലായിരിക്കും ഈ വൈകല്യങ്ങൾ വെളിയിലേക്ക് പ്രകടമായി തുടങ്ങുന്നത്? വൈകല്യങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ നമ്മളെ കൺട്രിയിൽ ഇപ്പം നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞിൻ്റെ ഓരോ ഡെവലപ്മെൻ്റൽ സ്റ്റേജിലും നമ്മൾ ഒരു ഡെവലപ്മെൻ്റൽ ചെക്കപ്പ് അത് ചെയ്തിരിക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും കുഞ്ഞ് ഒരു
ഓരോ നാഴികക്കല്ലുകളുണ്ട് ഓരോ കുഞ്ഞിന്റെ ഡെവലപ്മെന്റൽ അതായത് സ്റ്റേജിൽ. സാധാരണ ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജിൽ അതിനനുസരിച്ച് ഈ കുഞ്ഞ് വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ അങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ള ചില വൈകല്യങ്ങളുടെ പേരുകളൊന്ന് പറയാമോ? അതെ, ആ. ഒന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ മോട്ടർ ഡിലേ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകാലുകളൊക്കെ അനക്കുന്ന ശേഷി, അതിന്റെ വൈകല്യങ്ങൾ. അപ്പൊ അത് സെറിബ്രൽ പാൽസി. അപ്പൊ അതൊരു ഫിസിക്കൽ ഡെവലപ്മെന്റൽ പ്രോബ്ലമാണ്. സെക്കൻഡ്ലി, നമ്മളിപ്പം കുഞ്ഞ് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടോ, നമ്മളെ നോക്കി മനസ്സിലാക്കുന്നുണ്ടോ, നമ്മൾ ആരാണെന്ന്. അപ്പൊ അതിനൊരു പ്രത്യേക ഏജ് ഉണ്ട്. ഇപ്പൊ 2 months ആണ് നമ്മളെ നോക്കി ചിരിക്കേണ്ടത്. നമ്മൾ ചിരിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങൾ ചിരിക്കുന്നില്ലെങ്കിൽ അതിലൊരു അപാകതയുണ്ടല്ലേ? ഈ പ്രായമായവരും ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുന്നില്ലെങ്കിലോ അതും ഒരു അപാകതയോ? അതെ. അതെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഈ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ന്യായമായ രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ എന്തോ വൈകല്യങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ മറ്റേതെങ്കിലും വൈകല്യങ്ങൾ പ്രത്യേകിച്ചെടുത്ത് പറയാനുണ്ടോ? അതേപോലെ ഇപ്പൊ കുഞ്ഞുങ്ങൾ കരയുന്നത് ഉടനെ തന്നെ കരയും. ഇപ്പൊ വീഴുമ്പോൾ ഉടനെ തന്നെ കരഞ്ഞില്ലെങ്കിലും ബ്രെയിനിലേക്ക് ഓക്സിജൻ ചെല്ലാതെ പല വൈകല്യങ്ങളും ഉണ്ടാവും. അപ്പൊ അത് തന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടോ ഇല്ലേ, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലേ. ഇത് ഇപ്പം ചില കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിൽ, എക്സസീവായിട്ട് കരയാം, ഒന്നും കൊടുത്താലും സമാധാനം. അങ്ങനെ അധികം കരയുന്നത് കൊണ്ട് അതെന്തെങ്കിലും ദോഷമാണോ? അതെ, ഓക്സിജൻ ചെല്ലുകയോ തലച്ചോറിലോട്ട്? അങ്ങനെയല്ല, ഇപ്പം കരയുന്ന ഒരു ഡിസ്ട്രെസ് സിഗ്നലാണ് കുഞ്ഞിന്. ഓക്സിജൻ തലയിൽ ചെല്ലുന്നുണ്ട്, പക്ഷെ അത് വേറെ കാരണം കൊണ്ടാണ് കരയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ ഒരു വൈകല്യത്തിന്റെ. ഇപ്പം മെന്റൽ എന്തെങ്കിലും ബ്രെയിനിലെ പ്രോബ്ലം, അതിന് ഇറിറ്റബിലിറ്റി എന്ന് പറയും നമ്മൾ. ബ്രെയിനിലെ ചില പ്രോബ്ലം വന്നാലും ഈ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കരയും. അല്ലാതെ ഈ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് സിംറ്റം ഓഫ് ഓട്ടിസം ഇത് എക്സസീവ് ആയിട്ട് കരയുക, അല്ലെങ്കിൽ എക്സസീവായിട്ട് ക്വൈറ്റായി നമ്മൾക്ക് അറിയില്ല കുഞ്ഞുണ്ടെന്ന് ഇവിടെ. അങ്ങനെയും വരാം, 2 വിധത്തിലും വരാം. ഓട്ടിസം എന്നുള്ളൊരു വാക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഈ ഓട്ടിസം എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാവോ? എന്താ ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ? ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ജനിച്ചു കഴിഞ്ഞാൽ നാഴികക്കല്ലുകളെല്ലാം ലേറ്റ് ആവുക, സംസാരിക്കാൻ ലേറ്റ് ആവുക, മനസ്സിലാക്കാൻ ലേറ്റ് ആവുക, ഫേഷ്യൽ ഐഡന്റിഫിക്കേഷൻ, സോഷ്യൽ സ്മൈൽ ഇല്ലാതെ ആവുക, നമ്മൾ വിളിക്കുമ്പോൾ തിരിച്ച് കേൾക്കാതിരിക്കുക, ബാക്കി പിള്ളേരോടൊപ്പം അവരുടെ പ്രായത്തിലുള്ള ബാക്കി പിള്ളേരോടൊപ്പം കളിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഉള്ള ഡിലേ വരിക. അതിലാണ് മെയിനായിട്ട് ഓട്ടിസം വരുന്നത്. സ്റ്റീരിയോടൈപ്പിക് ബിഹേവിയർ, സ്റ്റെയറിംഗ് ബിഹേവിയർ. ഈ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെയുള്ള പ്രത്യേകതയുള്ള കുഞ്ഞുങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്ലിനിക്കൽ അസസ്മെന്റ് അങ്ങനെയുള്ളത് വല്ലതും ഉണ്ടോ? ഡെഫിനറ്റ്ലി. ഈ ഓട്ടിസം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം, ഇന്റലക്ച്വൽ ഡെഫിസിറ്റ്, എല്ലാത്തിനും ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്ലിനിക്കൽ അസസ്മെന്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇതിപ്പം നമ്മൾ നോക്കാൻ നേരത്തെ പിള്ളേരെല്ലാം ഒരുപോലെയാണ് ക്ലാസ്സിലിരിക്കുന്നത്. ചില പിള്ളേർ മാർക്ക് നല്ലതായിട്ട് വാങ്ങിക്കും, ചില പിള്ളേർ മാർക്ക് വാങ്ങിക്കില്ല. ചില പിള്ളേർക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും, അവർ ക്ലാസ്സിൽ പഠിച്ചാൽ മാത്രം മതി, വീട്ടിൽ വന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ചിലവർ കുറേ വീട്ടിൽ ഇരുന്ന് പഠിച്ചാലും അതിനനുസരിച്ച് റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ അത് വന്ന് നോക്കുകയാണ്, ഒരു ക്ലാസ് റൂമിൽ തന്നെ വേരിയസ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ചിലവർക്ക് ഭയങ്കരമായിട്ട് ഗ്രാസ്പിംഗ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്, അവർക്ക് ക്ലാസ്സിൽ മാത്രം പഠിച്ചാൽ മതി. ചിലവർക്ക് വീട്ടിൽ പഠിച്ചാലേ ശരിയാവത്തുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് അറ്റൻഷൻ ഡെഫിസിറ്റ് വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ക്ലിനിക്കൽ ഇവാലുവേഷൻ വെച്ചിട്ട്, ക്ലിനിക്കൽ അസസ്മെന്റ് വെച്ചിട്ട് അവർക്ക് അത് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ നോക്കും. അപ്പോൾ വേണ്ട രീതിയിൽ ഇതിന്റെ ക്ലിനിക്കൽ അസസ്മെന്റ് നടത്തിയാൽ നേരത്തെ തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്ന്. ഇതിനിടയ്ക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചതായിട്ട് ഞാൻ കേട്ടു. അതിൻ്റെ ഒരു എക്സ്പേർട്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എക്സ്പേർട്ട് ഉണ്ടല്ലോ, ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ 10% പേർ പഠന വൈകല്യമുള്ള കുട്ടികളാണെന്നാണ് പുതിയ റിപ്പോർട്ട് വന്നേക്കുന്നത്. അതായത് ആകെയുള്ള 100 കുട്ടികളെ എടുത്താൽ അതിൽ 10 പേര് പഠനവൈകല്യമുള്ളവരാണെന്നാണോ പറയുന്നത്? പുതിയ റിപ്പോർട്ട് വന്നേക്കുന്നത്. ഇത് നമ്മൾ മെയിനായിട്ടും കണ്ടുപിടിക്കുന്ന IQ ടെസ്റ്റ് വഴിയാണ്. പിന്നെ ടീച്ചേഴ്സിനും കുറച്ച് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റും. ഈ പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും കുറേയൊക്കെ പഠന വൈകല്യങ്ങളുണ്ടല്ലോ. എന്നാൽ ഈ പഠന വൈകല്യങ്ങൾ എന്ന് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഏത് ഗ്രൂപ്പിനെയാ ഒന്ന് പറയാമോ? പറയാം. അതിപ്പം IQ ടെസ്റ്റ് ഇപ്പം 70ക്കും 90ക്കും ഇടയ്ക്കായിരിക്കും ഈ പിള്ളേരുടെ മെജോറിറ്റിയും
ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള പിള്ളേരുടെ അങ്ങനെയായിരിക്കും. അവർ ബുദ്ധിപരമായിട്ട് വളരെ മോശമൊന്നും ആയിരിക്കില്ല, പക്ഷെ പഠന കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഇവർ പ്രധാനമായിട്ടും പിന്നോട്ട് വരുന്നത്. ഡോക്ടർ അതിനിടയ്ക്ക് എന്തോ പറയാൻ ശ്രമിക്കാണല്ലോ. നമ്മളിപ്പോൾ പഠന വൈകല്യം എന്ന് പറയുമ്പോഴും ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൺലി IQ. IQ ഇസ് മെയിൻലി ഫോർ ഇൻ്റലിജൻസ്. അപ്പോൾ ഇപ്പോൾ പഠന വൈകല്യമുള്ള കുട്ടികളും ചിലപ്പോൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ അറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഹി ഹാഡ് ഡിസ്ലെക്സിയ, ലേണിംഗ് ഡിസബിലിറ്റി, പക്ഷേ ഹി ഈസ് എ വെരി ഇന്റലക്ച്വൽ പേഴ്സൺ. അപ്പോൾ അതേപോലെ ഈ IQന്റെ ഒരു മേഖല ഒന്ന് പറഞ്ഞു തുടങ്ങുകയായിരുന്നു, ബാക്കിയുള്ളതിലേക്ക് ഷീസ് ഗോയിങ് ടു കം നൗ. അപ്പോൾ അതിന്റെ ബാക്കിയോടെ ഒന്ന് പറഞ്ഞാട്ടെ, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഐ വിൽ കം ബാക്ക് ടു യു. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള പിള്ളേർ നല്ല ബുദ്ധിയുള്ള പിള്ളേരായിരിക്കും, പക്ഷേ ഇവർക്ക് എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ കണക്ക് കൂട്ടാനും ഒക്കെ, അങ്ങനെ അത് നമ്മൾ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ അങ്ങനെ 3 ഗ്രൂപ്പിനകത്തേക്ക് ആക്കുന്നത്. അതിൽ ഡിസ്ലെക്സിയ ഉള്ള പിള്ളേർക്ക് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബോർഡിനകത്തേക്ക് നോക്കിയിട്ട് ഒരു സാധനം നോട്ട്സിലേക്ക് എഴുതുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്ക് അതേപോലെ അതുകൊണ്ടാണോ ചില പിള്ളേർ ക്ലാസ്സിൽ ഈ നോട്ട്സ് ഒന്നും എഴുതാത്തത്? അതാണ് പ്രധാന കാരണം. അവർക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ കുറവായിരിക്കും. കണ്ണ് അവിടെ പോയിട്ട് തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് ആ എഴുതാനുള്ളൊരു ആ ഫങ്ഷനാലിറ്റി പോയിട്ടുണ്ടാവും. ആ പിള്ളേരെ നമ്മൾ ഡിസ്ലെക്സിയ എന്നുള്ള ഗ്രൂപ്പിലാണ്. അവർ നമ്മൾ ചെറുപ്പത്തിലേ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വയസ്സിലൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ശതമാനം കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇങ്ങനെ പോയി വലിയ ക്ലാസ്സിലേക്ക് ആയി കഴിയുമ്പോഴാണ് ചില കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്സ് വാങ്ങിച്ച് ജയിക്കും, എന്നാൽ കണക്കിന് ഒരിക്കലും അതൊരു പ്രത്യേക എല്ലാത്തിനും ജയിക്കാവുന്ന നിനക്ക് ഈ കണക്കിനും ജയിച്ചാൽ എന്നാ എന്ന് ഈ മാതാപിതാക്കൾ വരെ വഴക്ക് പറയും, ടീച്ചേഴ്സും വഴക്ക് പറയും, നീ ഉഴപ്പനാടാ കണക്കിൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണെന്ന് വരികിൽ ഈ മാത്സിൻ്റെ ഏരിയയിൽ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് പലപ്പോഴും മറ്റു വിഷയങ്ങൾക്ക് മാർക്സ് വാങ്ങിച്ചാലും ഈ കണക്കിന് മാർക്ക് വാങ്ങിക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തതെന്നാ പറയുന്നത്, അല്ലേ? അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്, ധാരാളമുണ്ട്. മാത്സിന് പ്രോബ്ലം ഉള്ള പിള്ളേരെ നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന ആ ഗ്രൂപ്പിലാണ് പെടുത്തുന്നത്. അവർക്ക് വേറെ എല്ലാം പറ്റും. മാത്സിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഇപ്പം നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ 6, 9 ഒക്കെ തിരിഞ്ഞു പോകും. അപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ലെഫ്റ്റ് കോളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുമ്പോഴത്തേക്ക് റിവേഴ്സ് ആയിട്ട് വരും. ഇപ്പം 619 ആണെങ്കിൽ 916 ആയിരിക്കും. അപ്പം എഴുതാൻ ചിലർക്ക് പ്രയാസം വരും, വായിക്കാൻ ചിലർക്ക് പ്രയാസം വരും, ചിലർക്ക് മാത്സിന്റെ ഏരിയയിൽ പ്രയാസം വരും. ഇതൊക്കെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ചില അടയാളങ്ങളാകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു അസസ്മെന്റ് സാധാരണ മാതാപിതാക്കൾക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അല്ല, മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ അവർക്കും പറ്റും. ഈ കുട്ടികളുടെ ലെറ്റർ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ LKG UKG ലെവലിൽ തന്നെ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും എഴുതുമ്പോൾ തന്നെ റിവേഴ്സ് ഇപ്പം ബിയും ഡിയും എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. ഈ മാതാപിതാക്കൾ ഇവൻ എഴുതുന്ന BO CO ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. അവർക്ക് എൻ്റെ കൊച്ച മാർക്ക് വാങ്ങിക്കണം, നീ എന്താ എഴുതാതിരിക്കുന്നത്, എന്താ പഠിക്കാതിരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ളൊരു ആദ്യം അവരുടെ ഉള്ളിലുണ്ട്. സാധാരണ മാതാപിതാക്കൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാനല്ല, ഇത് എന്താണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പം മനസ്സിലായി എന്ന് വരത്തില്ല, അല്ലേ? അങ്ങനെയുള്ള ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് വല്ല മാർഗമുണ്ടോ? ഇപ്പൊ എന്താന്ന് വെച്ചാൽ കൂടുതലും സ്കൂൾ ടീച്ചേഴ്സ് ആർ വെരി എഡ്യൂക്കേറ്റഡ്. അപ്പൊ അവര് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, ദാറ്റ് ഈസ് റീഡിംഗ് ഡിഫിക്കൽട്ടി, റൈറ്റിംഗ് ഡിഫിക്കൽട്ടി, മാത്സിലുള്ള ഡിഫിക്കൽട്ടി, സ്പെല്ലിംഗ് ഡിഫിക്കൽട്ടി. ഇപ്പം എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് എക്സാമിൽ പെർഫോമൻസ് കുറവായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിങ്ങിന് വിടാൻ നേരത്ത് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഇവാലുവേഷൻ ഉണ്ട്. വൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എഫക്റ്റീവ് റെമഡിയൽ ട്രെയിനിങ് കൊണ്ട് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരാം. ഫസ്റ്റ് 3 ഇയേഴ്സിൽ ഐഡന്റിഫൈ ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്. ഇപ്പൊ 8th സ്റ്റാൻഡേർഡ് ഏത് പ്രായത്തിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം? അതിനൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ കുറേ ടീച്ചേഴ്സും പേരൻസും ഐഡന്റിഫൈ ചെയ്യും. ആ സമയത്ത് ഐഡന്റിഫൈ ചെയ്യുമ്പം ഇറ്റ് ഇസ് ഗുഡ്. അപ്പം തന്നെ റെമഡിയൽ ട്രെയിനിങ് കൊടുത്തിട്ട് നല്ല ഇംപ്രൂവ്മെന്റ് കാണാം. ഇപ്പം സ്കൂളിൽ അക്കാഡമിക് പെർഫോമൻസ് കുറയുമ്പോഴാണ് കൂടുതലും പേരൻസും ടീച്ചേഴ്സും അലേർട്ട് ആകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് പഠിത്തത്തിന് വളരെ മോശമാവുക, സബ്ജക്ട്സിനൊക്കെ ഫെയിൽ ആകുമ്പോഴാണ് പിന്നെ കുറേ കൂടി ക്ലിനിക്കൽ ഇവാലുവേഷൻ വന്നിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഇവാലുവേഷൻ നോക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ IQ ഇവാലുവേഷൻ ചെയ്യാൻ നേരത്ത് IQ നോർമൽ ആണെങ്കിൽ, പഠിത്തത്തിന് കുറവാണെങ്കിൽ ദെൻ ദർ ഇസ് എ ലേണിംഗ് ഇഷ്യൂ. IQ കുറച്ച് ഡെഫിസിറ്റ് ആണെങ്കിൽ പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി IQ കുറച്ച് കുറവാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. ഇപ്പൊ IQ ആവറേജ് ആണ്, 90 to 110 കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷെ പഠിത്തത്തിന് പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് അതായത് മിടുക്കന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്
പഠനത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ചില വൈകല്യങ്ങൾ കണ്ടാൽ അത് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമെന്നാ പറയുന്നത് അതെ അല്ലേ? അതെ അതെ ഇങ്ങനെ ഈ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള വൈകല്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അഥവാ വൈകല്യങ്ങൾ കണ്ടെത്തിയാൽ അത് അംഗീകരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സാധാരണഗതിയിൽ മാതാപിതാക്കൾ പ്രകടിപ്പിക്കാറുണ്ടോ? പല മാതാപിതാക്കളിലും ഉണ്ട്. ആ. പിന്നെ പുറത്തു പറയാനായിട്ടുള്ള മടി, ആ. പിന്നെ ഡോക്ടേഴ്സ് അക്സെപ്റ്റ് പറഞ്ഞാലാണെന്ന് പറഞ്ഞാലും ആ. അത് അംഗീകരിക്കാൻ, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ആണെന്നുള്ള ആ. അംഗീകരിക്കാനുള്ള പല മാതാപിതാക്കളും ഉണ്ട്. ആ. എൻ്റെ മോള് ഓൾറെഡി ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ആ. അവള് മൈൽ സ്റ്റോൺസ് എല്ലാം സ്ലോ ആയിരുന്നു. ആ. സംസാരിക്കാനാണെങ്കിലും 4 years കഴിഞ്ഞ് സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്താണ്. അന്നേരം ഒന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. പിന്നെ ഇങ്ങനെ പോയി ട്രീറ്റ്മെൻറ്റിലും ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു സ്കൂളിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ വിട്ടപ്പോഴാണ് അവിടുന്നാണ് ടീച്ചേഴ്സ് പറയുന്നത് ഇവൾക്ക് ലേണിംഗ് പ്രോബ്ലം ആണ്, ഒന്നുകൊണ്ടേ അസസ്മെൻറ്റ് എടുക്കുക, ഡോക്ടറിനെ കാണിക്കുക. അവിടുന്ന് ഒരു 4 years തൊട്ടാണ് അവളെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ് കൊടുക്കാൻ മാത്രമാണ് അവർ IQ ടെസ്റ്റ് ചെയ്തു. അതിലൊക്കെ ലോ ആണെന്ന് പറഞ്ഞു. ഒരു 60 എങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ പിന്നെ ട്രെയിനിങ് ആണ് ഇന്ന് 4 years തൊട്ട് ഇന്ന് വരെയും ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടൊരു സ്കൂളിലൊക്കെ പല സ്കൂൾസിലും ഡ്രോപ്പ് ചെയ്തു. അവസാനമാണ് ഇങ്ങനെ ഈ ഒരു സ്കൂൾ അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്തപ്പോൾ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു. അതുകൊണ്ട് ആ കുഞ്ഞിനെ തുടർന്ന് സഹായിക്കാനായിട്ട് സാധിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അഥവാ മനസ്സിലാക്കിയാൽ തന്നെ അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിനും പലപ്പോഴും താമസം നേരിടും. അത് കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഒരുപാട് ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ പല മാർഗങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള പല സ്കൂളുകളുണ്ട്, അതിനുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അതിനുള്ള ഹോസ്പിറ്റലുകളുണ്ട്, അതിൻ്റെ അസസ്മെൻറ്റ് നടത്താനുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ബോർഡർ ലൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താ ഒന്ന് വ്യക്തമാക്കി തരാം? ഈ ബോർഡർ ലൈൻ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡർലൈൻ ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഡീവിയേഷൻ ഫ്രം ദ നോർമാലിറ്റി. 19 താഴെ വരുന്ന എല്ലാം നമ്മൾ ബോർഡർ ലൈൻ എന്ന് പറയും. അപ്പോൾ 89 IQ സ്കോർ ഒരു കുട്ടിക്കാണെങ്കിലും ഡെഫിനറ്റ്ലി പഠിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് 1-to-1 ട്രെയിനിങ് ആണ് കൂടുതലും പറയുന്നത്. ട്യൂഷൻ സെന്റേഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു കുട്ടീനെ നമുക്ക് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് പിന്നീട് നോക്കാം. ഇപ്പോൾ ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നമുക്ക് നടത്താം. ബോർഡർ ലൈൻ എന്ന് പറയുന്നത് നോർമൽസിയിൽ നിന്ന് ജസ്റ്റ് എ ബിറ്റ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ മൈൽഡ് ഡെഫിസിറ്റിലേക്ക് പോകത്തില്ല. മൈൽഡിന്റെയും ആവറേജിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഗ്രൂപ്പാണ് ബോർഡർ ലൈൻ ഡെഫിസിറ്റ്. അവർ തീരെ മോശമല്ല, അന്ന് ആവറേജ് കാറ്റഗറിയിലേക്ക് വരുന്നുമില്ല. അപ്പോൾ അവർക്കും ഡെഫിനറ്റ് ആയിട്ട് പഠന വൈകല്യങ്ങളും ഡിഫിക്കൽട്ടീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ, റിറ്റൻഷൻ, ദാറ്റ് ഇസ് ലൈക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ഡിഫിക്കൽട്ടീസ് നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ചില കുഞ്ഞുങ്ങളിൽ കാണുമെന്ന് പറഞ്ഞു. ഓട്ടിസം ചില കുഞ്ഞുങ്ങളിൽ സാധാരണ നോർമൽസിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവമായിട്ട് കണ്ടു. സ്ലോ ലേണേഴ്സ്, ബോർഡർ ലൈൻ കേസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് കൂടാതെ കണ്ട് ഞങ്ങളുടെ തെറാപ്പി സെൻറ്ററിലും സ്പെഷ്യൽ സ്കൂളുമായിട്ട് കുറേ എൻക്വയറീസ് പേരൻസിൻ്റെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ ശരിക്കും ഗൈഡ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം അവരോട് അവരുടെ റിയാലിറ്റീസ് പറയുമ്പോൾ പല പേരൻസ് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് കറക്റ്റായിട്ട് അവർ ആ ടൈമിൽ കൊടുത്തു തുടങ്ങിയാൽ എത്രയും വേഗം ആ പ്രോബ്ലത്തിൽ നിന്ന് കോമൺ ലിവിങ്ങിലേക്ക് വരാം, സാധാരണ കുട്ടികളെ പോലെ ആവാം. പക്ഷെ പേരൻസിന്റെ ഒരു പിന്നോട്ടുള്ള വലിയാണ് അതിൽ പ്രോബ്ലം അംഗീകരിക്കേണ്ടതിന് പേരൻസിന്റെ ഒരു ആവശ്യമാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അംഗീകരിച്ച് കഴിഞ്ഞാൽ തന്നെയും തെറാപ്പി തുടങ്ങി കഴിഞ്ഞാൽ തന്നെയും അവർ ഇത് എത്ര നാളിനും എത്രയും വേഗം തീർക്കാൻ പറ്റുമോ അതിന് ആകെ ഒരു സൊല്യൂഷൻ നമ്മൾ ഈ പേരൻസിന്റെ എല്ലാം ആഗ്രഹമാണ്
ആഗ്രഹമാണ് എത്രയും വേഗം എൻ്റെ കൊച്ചിനെ അങ്ങ് മിടുക്കനാക്കണം അതെ. എന്നൊരു വലിയൊരു ആഗ്രഹം. അത് നോർമൽ ആയിട്ടുള്ള ഒരു അതെ, ആഗ്രഹം. അത് ശരിയാണ്. പക്ഷെ അവരുടെ കോപ്പറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പാരൻസ് ആണ് അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് റോൾ ഉള്ളത്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗൈഡൻസ് അവർ അതേ രീതി ഫോളോ ചെയ്യണമെന്നാണ് നമ്മുടെ തെറാപ്പി സെൻറ്ററിൽ പറയുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാരൻസും ഉണ്ട്, അതിൽ ഒരു ഡിലേ വരുത്തുന്നവരും ഉണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികളെ പല രീതിയിൽ നമ്മൾ അസസ് ചെയ്തിട്ട് ഒക്യുപ്പേഷണൽ തെറാപ്പിക്കോ സ്പീച്ച് തെറാപ്പിക്കോ നമ്മൾ ഗൈഡ് ചെയ്യും. നമ്മുടെ പറയാനുള്ള മെയിൻ കാരണം ഇത് മാത്രമേ ഉള്ളൂ. പാരൻസ് മുൻകൈ എടുക്കുക മാത്രമല്ല, എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പേരൻസിന്റെ ഒരു പൂർണ്ണ സഹകരണം ഇല്ലാതെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കില്ല. അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ അവർ പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തേ വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ നീ എന്താ അവരെ കമ്പയർ ചെയ്യാതിരിക്കുക നോർമൽ കുട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു മൂവി കണ്ടിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ അവരെ നമുക്ക് സഹായിക്കാമെന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം. ഇവരെ ഏതൊക്കെ രീതിയിലുള്ള ഓക്യുപേഷണൽ തെറാപ്പി കൊടുക്കാം, സ്പീച്ച് തെറാപ്പി കൊടുക്കാം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പം നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതുപോലെയുള്ള നോർമൽ അല്ലാത്ത കേസുകളുണ്ട്, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞതല്ലാതെ കണ്ട് മറ്റേതെങ്കിലും രീതിയിലുള്ള അബ്നോർമാലിറ്റികൾ അല്ലെങ്കിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉള്ള കേസുകൾ ഏതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലോ നിങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിലോ ഒക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് പറയാനായിട്ട് സാധിക്കുമോ? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ കൂടാതെ തന്നെ ആങ്സൈറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് പേരന്റൽ ഫാമിലി ഇഷ്യൂ കാരണം പിള്ളേർക്ക് പഠനത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് നല്ല രീതിയിൽ വരാം. അവർക്ക് ഈ പഠനം വൈകല്യം കാരണം തന്നെ അവർക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് പഠിക്കാൻ മനസ്സിലാവുന്നുണ്ടെന്ന്. അപ്പോൾ സൊമാറ്റിക് കംപ്ലയിൻസ് കുറേ വരും. വയറുവേദന, തലവേദന, ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ വോമിറ്റിംഗ് ആയിട്ട് കുറേ വരിക, ഭക്ഷണം ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്നാ? കൂടുതലും അവർക്ക് പെർഫോമൻസിൽ ഭയങ്കര പ്രഷർ ഉണ്ടാകുമ്പോഴാണ്. പെർഫോമൻസ് ആങ്സൈറ്റി ആണോ ഇത്? പെർഫോമൻസ് ആക്ടി അല്ല, പേരന്റൽ പ്രഷറിന്റെ ഒരു ആങ്സൈറ്റിയാണ്. ലൈക്ക് അവർ പറഞ്ഞ പോലെ റെസ്പോൺസ് ആണ് സൊമാറ്റിക് ആയിട്ട് അവര് ബോഡി ആയിട്ടാണ് അവർ പ്രതികരിക്കുന്നത് മാത്രം. അപ്പൊ അങ്ങനെ അവർ നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പല പ്രാവശ്യം കുട്ടികളിൽ ഉണ്ടാവില്ല എന്നാണ് സാധാരണ ഒരു ജനത്തിൻ്റെ ഒരു അറിവ്, ധാരണ. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ പിള്ളേരുടെ നല്ല ശതമാനത്തിലുണ്ട്, പക്ഷെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് പിള്ളേർ ഡിപ്രഷൻ ഈ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഡിപ്രഷൻ ഒരു സാഡ് ഫീലിംഗ് അങ്ങനെ ആയിട്ടല്ല കാണിക്കുന്നത്. അവർ പല രീതിയിലായിരിക്കും കാണിക്കുന്നത്. അവർ ചിലപ്പം വാശി എടുക്കുക, പെട്ടെന്ന് ഭയങ്കര കരച്ചിലുണ്ടാവുക, വാശി എടുക്കുക, ചില കാര്യങ്ങൾ അവർ ചെയ്യാതെ ഇരിക്കുക, പാസീവായിട്ട് അഗ്രസീവ് ആവുക, പിന്നെ വയറുവേദന. ദുഃഖഭാവം കാണിക്കുന്നില്ലെങ്കിൽ തന്നെയും മറ്റു പല രീതിയിലുള്ള സിംപ്റ്റത്തിൽ കൂടെ ഈ ഡിപ്രഷൻ കുഞ്ഞുങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടികൾക്കും ഇതുപോലുള്ള വിഷാദ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്, അല്ലേ? ഓക്കെ, തീർച്ചയായും. യെസ്, എന്തോ പറയാൻ ശ്രമിക്കാം, പറഞ്ഞാട്ടെ. ഇതൊന്നും കൂടാതെ തന്നെ കുട്ടികളിൽ സംസാര വൈകല്യം മാത്രം കാണാം. അതായത് ADHD, ഓട്ടിസം, ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ. അതായത് കുട്ടി ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടി നമുക്കറിയാം ഏകദേശം ഒരു 300 to 400 വേർഡ്സ് അവർക്ക് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഉണ്ടാവണം. അപ്പോൾ അതൊന്നും ഇല്ലാതെ കാണാം. അപ്പോൾ ഇതിന് പല റീസൺസ് ഉണ്ട്. ഇത് ഒരു പക്ഷെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ, അതായത് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. പാരൻസ് രണ്ടുപേരും ജോലിക്ക് പോകുന്നു, ഇത് പറയുന്ന പോലെ ഗൾഫ് സിൻഡ്രോം, മെയിൻലി ഗൾഫിലൊക്കെ ജീവിക്കുന്ന, ഫ്ലാറ്റിലാണ് ജീവിതം, അവർ ജോലിക്ക് പോകുന്ന കുട്ടീനെ ഒരു റൂമിൽ ആരോട് പറയാം. പിന്നെ ഈ കുഞ്ഞിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു വീഡിയോസ് മാത്രമായിരിക്കും. ഈ കുട്ടി വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും, ലാംഗ്വേജ് സ്പീച്ച് ഡെവലപ്പ് ആകില്ല, അതായത് കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നു. അതാണ് കണ്ടീഷൻ ഉണ്ടാവുന്നത്. പല പാരൻസും ഇത് റെക്കഗ്നൈസ് ചെയ്യില്ല. അപ്പൊ അതായത് അവര് പറയും, ഓ എന്റെ കസിൻ സംസാരിച്ചത് ഒരു 4-5 വയസ്സായിട്ടാ, അപ്പൊ അങ്ങനെ പലരും ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഏർലി ഇത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏർലി തന്നെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണോ മ്യൂട്ടിസം, സെലക്റ്റീവ് മ്യൂട്ടിസം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണോ, അതോ ഇത് വേറെ കാറ്റഗറി ആണോ? ഇല്ല, സെലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറയുന്നത് കൂടുതലും ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉള്ള പിള്ളേർക്ക്. As I mentioned, that is like, suppose for example പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വീട്ടിൽ ചെല്ലാൻ നേരത്ത് ഫുൾ അഗ്രഷൻ ആണ് പേരൻസ് കാണിക്കുന്നത്. സോ അവരുടെ ആ ഒരു
ഡിഫിക്കൽട്ടി കേൾക്കാൻ ആരുമില്ല. ബിക്കോസ് പേരൻസ് രണ്ടും ബിസിയാണ്. അപ്പോൾ അവർ നോക്കുന്ന റിസൾട്ടാണ്. റിസൾട്ടിനകത്ത് പെർഫോമൻസ് കാണുന്നില്ല. സോ കുട്ടിയായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയാണ്. സോ അതിനകത്ത് അവർ സെലക്റ്റീവായിട്ട് മ്യൂട്ടിസമായിട്ട് പോകും. സോ ദേ ഡോണ്ട് ടോക്ക്. എന്ത് നിങ്ങൾ ചോദിച്ചാലും അവർ സംസാരിക്കില്ല. പക്ഷെ സംസാരം ഇല്ലാത്തതിൻ്റെ അല്ല, അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെയാണ്. യെസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിൽ കണ്ടു. പഠനത്തിൽ ചില വൈകല്യങ്ങൾ നമ്മൾ കണ്ടു. അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടു. മ്യൂട്ടിസം ആൻഡ് സെലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറയുന്ന സംസാരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയെക്കുറിച്ച് കേട്ടു. സ്ലോ ലേണേഴ്സ്, പഠിക്കേണ്ട ആ ഒരു സ്പീഡിൽ പഠിക്കാൻ ഒക്കാതെ കണ്ട് പുറകിലേക്ക് നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടു. ബോർഡർ ലൈൻ കേസിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇതുപോലെ പല രീതിയിലുള്ള കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു ശ്രമം ആണ് ഇത്രയും നേരം നടത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായാൽ മാത്രം പോരാല്ലോ, ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഒരുപാട് മാതാപിതാക്കൾ ഇപ്പോൾ തൻ്റെ കുഞ്ഞിന് ഇന്ന പ്രശ്നമാണെന്ന് അറിയാൻ വയ്യാതെ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അറിഞ്ഞാൽ തന്നെയും തക്ക സഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ചില മേഖലകളിലുള്ള മാതാപിതാക്കളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് എങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും? ഞാൻ മനസ്സിലാക്കിയിടത്തോളം സജി ഈ ഒരു മേഖലയിൽ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സഹായിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സജി ഒന്നും പറയാവോ, ഈ ഒരു മേഖലയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം പ്രേരകമായി തീർന്ന സംഗതി എന്താണ്? തൻ്റെ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ സമൂഹത്തെ സഹായിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞ് നിർവിരോധമില്ലെങ്കിൽ പറയാം. എൻ്റെ ഫാമിലിയിൽ ഒരു കുട്ടിക്ക് ഇൻ്റലക്ച്വൽ ഡിസോർഡർ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടത്ര ഒരു അറ്റൻഷൻ ഒരു തെറാപ്പി സെൻ്ററിൽ നിന്ന് കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഒരു അറ്റൻഷൻ കിട്ടിയതായി ഞങ്ങൾക്ക് തോന്നിയില്ല. ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്നിരുന്നപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു ഓപ്ഷനായിരുന്നു ഇങ്ങനെ ഒരു തെറാപ്പി സെൻറ്റർ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ സാമാന്യം നന്നായി തന്നെ നടന്നു പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്, സ്വന്തം കുടുംബത്തിൽപ്പെട്ട വ്യക്തിക്ക് ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ളവരെ സഹായിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊരു ഉൾക്കാഴ്ച ലഭിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ളവരെ സഹായിക്കാനുള്ള ചില പ്രസ്ഥാനങ്ങളും പരിപാടികളുമൊക്കെ ഇദ്ദേഹം ആരംഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, വളരെ നല്ല കാര്യം, അതിൽ അഭിനന്ദിക്കുന്നു. വിവിധ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ മധ്യേ ഉള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു എന്ന് വരത്തില്ല. അതിൻ്റെ അർത്ഥം ആ കുഞ്ഞുങ്ങൾ മണ്ടന്മാരാണെന്നോ ബുദ്ധികെട്ടവരാണെന്നോ കഴിവുകെട്ടവരാണെന്നോ അർത്ഥമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കഴിവും ബുദ്ധിയുമൊക്കെ ജന്മനാൽ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് കിട്ടുന്ന അളവിലല്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. ചിലർക്ക് നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് വരാതെ വരുമ്പോൾ അതിനെ ചില വൈകല്യമായിട്ട് നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. അത് പഠനത്തിലുള്ള വൈകല്യമാകാം, സ്വഭാവത്തിലുള്ള വൈകല്യമാകാം, അവരുടെ പെരുമാറ്റത്തിലുള്ള വൈകല്യമാകാം, അവരുടെ ബന്ധങ്ങളിലുള്ള വൈകല്യമാകാം. പല രീതിയിലുള്ള വൈകല്യങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വൈകല്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉള്ളപ്പോൾ അത് ഒരു പരിധിവരെയെങ്കിലും മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാറ്റിയെടുക്കുകയും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ വലിയൊരു കടമയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെന്ന് വരികിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ഭാരപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതായുള്ള കാര്യമില്ല. അവരെക്കുറിച്ച് നമുക്കൊരു പ്രത്യാശ ഉണ്ട്. കാരണം അവരെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അവരെ ഇനി വളർത്തേണ്ടത്? ഏത് രീതിയിലുള്ള സഹായമാണ് അവർക്ക് കൊടുക്കേണ്ടത്? ഇപ്പോഴുള്ള ഈ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അവരിൽ നിന്ന് മാറ്റാൻ സാധിക്കും? ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയെന്ന വണ്ണം നമ്മൾ ആ കാര്യങ്ങളായിരിക്കും കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ ചർച്ച ചെയ്ത
വിഷയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനി വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ബി പോസിറ്റീവ്.